ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മഹേഷ് രേണുവിനെ വിളിക്കാനായി അവളുടെ വീട്ടിലെത്തുന്നുണ്ടെങ്കിലും ശശികല അവളെ മഹേഷിന്റെ കൂടെ പറഞ്ഞു വിടാതെ തടഞ്ഞു വെക്കുകയാ. മഹേഷിനെ സപ്പോർട്ട് ചെയ്ത് ഭാർഗവനും സംസാരിക്കെ നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ശശികല പറയുകയാ. നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ഫലം കൊണ്ടാ എനിക്കിപ്പോ ഇവളെയും കൊണ്ട് ഓടേണ്ടി വരുന്നത്. ഉത്തരവാദിത്തത്തെക്കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോ നിനക്കെന്താ എന്നെ പറയാൻ? എന്റെ ഉത്തരവാദിത്തത്തിന് എന്ത് കുഴപ്പമെന്നാ നീ പറയുന്നത് എന്ന് ശശികലയും ചോദിക്കുന്നുണ്ട്. ഒറ്റ മോളായിരുന്നിട്ട് കൂടി ഇവളെ പരിക്കേൽക്കാൻ സംരക്ഷിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. ഇവൾക്കുണ്ടായ പ്രശ്നങ്ങളുടെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം അത് നിങ്ങൾക്കാ എന്ന് മഹേഷ് പറയുന്നത് കേൾക്കെ നീ പറഞ്ഞു എങ്ങോട്ടായി കയറി പോകുന്നത് എന്ന് ശശികലയും ചോദിക്കുന്നുണ്ട്. പെൺമക്കളുള്ള അമ്മമാര് അവരൊരു പരുവമാവുന്നതുവരെ കണ്ണും കാതും കൂർപ്പിച്ച് കൂട്ടിരിക്കും. ഒപ്പം അണഞ്ഞു വരുന്നവരിൽ പ്രാവേദ പരുന്തേതാന്ന് അവരെ ബോധിപ്പിക്കും. അതിന് നിങ്ങൾക്കായിട്ടില്ല. നിങ്ങളുടെ അശ്രദ്ധ മൂലം ഇവൾക്കുണ്ടായ ആ മുറിവിന് മരുന്ന് വെക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം കയറി വഴിമുടുക്കാനായി കുറുകെ നിൽക്കുന്നോ? മനസ്സുണ്ടായിട്ടും ഇവളെ പ്രാപ്തി ഇല്ലാതാക്കിയത് ബാല്യത്തിലേറ്റ ആ മുറിവാ. എന്റെ അടുത്തല്ല ആ ശൗര്യം കാണിക്കേണ്ടത്, ആ മുറിവുണ്ടാക്കിയവന്റെ അടുത്താ. അതാരാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ നോക്ക്. പണക്കൊഴുപ്പിന്റെ പത്രാസ് കാണിക്കാൻ നോക്കുന്ന ശ്രദ്ധയൊന്നും വേണ്ട. സ്വന്തം മക്കളുടെ മനസ്സിനും ശരീരത്തിനും മുറിവേൽപ്പിക്കുന്നവരെ മുഖതാവിൽ തിരിച്ചറിയാൻ അതിനാവാത്ത നിങ്ങൾക്ക് എന്നെ തടയാൻ ഒരു പ്രാപ്തിയുമില്ല എന്നൊക്കെ മഹേഷ് പറയുന്നത് കേൾക്കെ എന്റെ മോക്ക് എന്ത് പറ്റിയെന്നാ നീ പറയുന്നേ എന്ന് ശശികലയും ചോദിക്കുക. ഇനി അത് പിന്നീട് എപ്പോഴേലും സമയമുള്ളപ്പോ മോളോട് ചോദിച്ചറിഞ്ഞാ മതി. ഇപ്പോ ഞാൻ ആ മുറിവ് ഉണക്കാനുള്ള ശ്രമത്തിലാ. ഞാൻ ഇവളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് രേണുവിനെ വിളിച്ചോണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അവർ സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഋതുവും പുറകെ എത്തുന്നുണ്ട്. മഹേഷ് അവനോടായി എടാ ഋതു, ഞങ്ങൾ പോയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കട്ടോ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പോയിട്ട് വായോ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് ഋതുവും. രേണു അപ്പോഴേക്കും തന്റെ മൊബൈൽ അവന് കൊടുത്ത് മോനെ നീ ഇത് വെച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും ശശികലയും ആകെ വെപ്രാളത്തോടെ നിൽക്കുകയാ. അവിടെ വിഷ്ണുവിന്റെ വീട്ടിൽ കല്ലവും കാവ്യയും കൂടി പരിപാടി സെറ്റാക്കുന്ന തിരക്കില. രാത്രിയാണ് നമ്മുടെ പരിപാടി സെറ്റാക്കൽ. നമുക്ക് പറ്റുന്ന കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ അറേഞ്ച് ചെയ്യണം എന്ന് കല്ല് പറയുമ്പോൾ ശരി, ബലൂൺസ് ഒക്കെ വേണമെന്ന് കാവ്യയും. നമ്മുടെ കയ്യില് കുറച്ച് ഇലുമിനേഷൻ ലൈറ്റ്സ് ഇരിപ്പില്ലേ, അതെടുക്കാം എന്ന് കല്ല് പറയുമ്പോൾ അത് സമ്മതിച്ചോണ്ട് പിന്നെ അമ്മാമ്മയ്ക്ക് ഒരു വെൽക്കം ബോർഡ് വേണം എന്ന് കല്ല് പറയുമ്പോൾ അത് നമുക്ക് ചാർട്ട് പേപ്പറിൽ എഴുതാം, വെൽക്കം ബാക്ക് ടീച്ചർ അമ്മ എന്ന് കല്ലുവും. മലയാളത്തിൽ എഴുതുന്നതാവും അമ്മാമ്മയ്ക്ക് ഇഷ്ടം എന്ന് കാവ്യ ഓർമ്മിപ്പിക്കുമ്പോ എന്നാ സ്വാഗതം ടീച്ചർ അമ്മ എന്ന് വെക്കാം എന്ന് കല്ല് പറയുമ്പോ എന്നാലേ നമുക്ക് 2 ലാംഗ്വേജും വെക്കാം. ആർട്ടൊക്കെ കല്ലു ചേച്ചി റെഡിയാക്കണമെന്ന് കാവ്യയും. അത് ശരിയാക്കാം. നീയും ഋതുവും ഹെൽപ്പ് ചെയ്യണമെന്ന് കല്ല് പറയുമ്പോൾ ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് കാവ്യയും. പിന്നെ എന്തൊക്കെയാ പ്രോഗ്രാംസ് എന്ന് കല്ല് ചോദിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ അന്ന് കളിച്ച ഡാൻസ് ഇല്ലേ അത് എന്ന് കാവ്യ പറയുമ്പോൾ ടീച്ചറമ്മയായിട്ടെ നമ്മൾ ആരെങ്കിലും പെർഫോം ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്ന് കല്ല് ചോദിക്കുക. അത് തകർക്കും, സംഗതി ഫിക്സ് എന്ന് കാവ്യയും. പിന്നെ നമ്മളെല്ലാം ഇരിക്കുന്നതിന്റെ അരികില് ഫയർ സെറ്റാക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും എന്ന് കല്ല് പറയുമ്പോൾ അത് മാമനോട് പറഞ്ഞ് സെറ്റാക്കാം എന്ന് കാവ്യയും. പിന്നെ കല്ലു ചേച്ചിയും ഋതുവും എന്തെങ്കിലും പരിപാടി കാണിക്കണം എന്ന് കാവ്യ പറയുമ്പോൾ അത് ഞാൻ സെറ്റാക്കാം, ഋതുവിന്റെ അടുത്ത് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞവൾ രേണുവിന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്യുകയാണ്. കല്ലുവിന്റെ കോൾ വരുമ്പോൾ ഋതു പെട്ടെന്ന് അറ്റൻഡ് ചെയ്യണ കണ്ട് ഇത് നിന്റെ കയ്യിൽ തന്നെയാണോടാ എന്ന് കല്ലുവും ചോദിക്കുക. അല്ല, അച്ഛനും അമ്മയും കൂടി പുറത്തു പോയി, അപ്പൊ അമ്മയുടെ ഫോൺ എന്റെ തന്നു, എന്താ കല്ലു ചേച്ചി വിളിച്ചേ എന്ന് ഋതു ചോദിക്കുന്നുണ്ട്. എടാ, നമ്മുടെ മാധവത്തിലെ പ്രോഗ്രാം എങ്ങനെ വേണമെന്ന് ആലോചിക്കുമായിരുന്നു എന്ന് കല്ല് പറയുമ്പോ ആണോ, എന്തൊക്കെയാ പ്ലാനിട്ടെ എന്ന് ഋതുവും ചോദിക്കുക. അപ്പോഴേക്കും മൊബൈൽ സ്പീക്കറിലിട്ട് കല്യവും കാവ്യയും കൂടി പരിപാടിയുടെ പ്ലാൻ എല്ലാം ഋതുവിനോട് പറയുന്നുണ്ട്. അല്ല, അപ്പൊ എന്താടാ ഋതു നീ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം എന്ന് കല്ല് ചോദിക്കുമ്പോ ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്, സംഗതി സർപ്രൈസ് ആന്ന് ഋതുവും. ഓ ജാട ഇടാതെ പറയടാന്ന് കല്ല് പറയുമ്പോ ഇപ്പൊ പറഞ്ഞാലേ അതിനൊരു ഗുമ്മില്ല എന്ന് ഋതു പറയുമ്പോ പരിപാടി അവതരിപ്പിക്കുമ്പോഴെങ്കിലും ഗുമ്മുണ്ടായ മതിയായിരുന്നു എന്ന് കാവ്യയും. അപ്പൊ വിളിക്കാടാ ഋതു, നീ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേ എന്ന് പറയുമ്പോഴേക്കും സെറ്റ് എന്ന് പറഞ്ഞ ഋതുവും കോൾ വെക്കുകയാ. കോൾ കഴിഞ്ഞ കല്ലുവും അവന്റെ ഒരു ജാട എന്ന് കാവ്യോടായി പറയുമ്പോ അവന്റെ പ്രോഗ്രാം കൊളായാലേ ഞാൻ കൂവും എന്ന് കാവ്യയും. അങ്ങനെ മഹേഷും രാധയും ഡോക്ടർ മീര നായർ പറഞ്ഞുകൊടുത്ത ലൊക്കേഷൻ അനുസരിച്ച് ആ സൈറ്റിലേക്ക് എത്തുന്നുണ്ട്. കാടിന് നടുവിലെ ആ സ്ഥലമെല്ലാം കണ്ട് പേടിയോടെ മഹേഷേട്ടാ ഇതാണോ സ്ഥലം എന്ന് രേണു ചോദിക്കുമ്പോ അവനും ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ട് ലൊക്കേഷൻ ഇതാ കാണിക്കുന്നത്, ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുകയാ. കാറിൽ നിന്ന് ഇറങ്ങിയ രേണുവും പരിഭ്രമത്തോടെ മഹേഷേട്ടാ ഇതാവാൻ ഒരു സാധ്യതയുമില്ല, ആകെ കാടും പടർപ്പും പിടിച്ചു കിടക്കുക എന്ന് പറയുമ്പോൾ മഹേഷ് വീണ്ടും ഗൂഗിൾ ലൊക്കേഷനിൽ നോക്കുന്നുണ്ട്. പിന്നീട് അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചാ ഒരു മനുഷ്യരെയും കാണുന്നുമില്ലല്ലോ, നോക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നതിനിടയിൽ മഹേഷേട്ടാ അയാളെ ഒന്ന് വിളിച്ചു നോക്കുന്ന രേണുവും. മഹേഷ് വിളിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും മൊബൈലിൽ റേഞ്ചുമില്ല. രേണുവാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് മഹേഷ് അവളെയും കൂട്ടിക്കൊണ്ട് നടന്നു നീങ്ങി നോക്കുമ്പോഴേക്കും
കാടിനിടയിലൂടെ ഒരു പഴയ കെട്ടിടം കാണുന്നുണ്ട്. ഇതേതോ പഴയ കാഴ്ച ബംഗ്ലാവോ മറ്റോ ആണോ? ഒന്നും മനസ്സിലാവുന്നില്ല. താൻ വായെന്ന് പറഞ്ഞ് രേണുവിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് അങ്ങോട്ട് നടന്നു നീങ്ങുകയാ. അങ്ങനെ അവർ ആ കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിലേക്ക് നടന്നു കയറുമ്പോഴേക്കും മഹേഷിട്ടാ എനിക്ക് പേടിയാവുന്നുണ്ടേ എന്ന് രേണുവും പരിഭ്രമത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു നീക്കുമ്പോഴേക്കും അതിനുള്ളിൽ വീണ്ടും ഒരു കെട്ടിടം കൂടി കാണുന്നുണ്ട്. അവർ നടന്നു ചെന്ന് ആ വീടിന് മുന്നിൽ തൂക്കിയിട്ട മണിയടിക്കുമ്പോഴേക്കും അവിടെ മരത്തിൽ നിന്നും വാവലുകളെല്ലാം പറന്നു നീങ്ങുകയാ. ആ കാഴ്ച കാണെ ഒരു നിമിഷം പരിഭ്രാന്തിയോടെ നിന്ന് മഹേഷ് രേണുവിനെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സൈക്കോളജിസ്റ്റും അവർ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം തന്റെ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ആകെ പേടിയോടെ മഹേഷിന്റെ കൈത്തണ്ടയിൽ തൂങ്ങി മഹേഷേട്ടാ എനിക്ക് പേടിയാവുന്നു, നമുക്ക് തിരിച്ചു പോവാം രേണു പറയുമ്പോഴേക്കും സൈക്കോളജിസ്റ്റിന്റെ കൺട്രോളിൽ ആ ഡോർ തനിയെ അടയുകയാണ്. ആ കാഴ്ച കൂടി കാണെ അവർ ആകെ പരിഭ്രാന്തരാവുന്നുണ്ട്. മഹേഷും രേണുവും ഓടിച്ചെന്ന് ആ വാതിൽ തുറക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ കാഴ്ച കാണുന്ന സൈക്കോളജിസ്റ്റും പൊട്ടിച്ചിരിയോടെ മഹേഷ് എന്ന് വിളിക്കുമ്പോഴേക്കും സ്പീക്കറിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും അവിടെ മുഴങ്ങി കേൾക്കുകയാ. രേണുവും ആകെ പരിഭ്രാന്തിയോടെ തുറക്കെന്ന് പറഞ്ഞ് ആ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുക. മഹേഷ് അപ്പോഴേക്കും അവളെയും കൊണ്ട് ഒരു ഇരുട്ടറയിലേക്ക് നടന്ന് നീങ്ങുമ്പോഴേക്കും മഹേഷേട്ടാ വേണ്ട പോണ്ട എന്ന് പറഞ്ഞ് രേണു അവനെ പിടിച്ചു വലിക്കുന്നുണ്ട്. പുറത്തേക്ക് പോവാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞവൻ വീണ്ടും നടന്നു നീങ്ങുമ്പോഴേക്കും അവിടെ ഒരു വലിയ സന്യാസിയുടെ പ്രതിമ കണ്ട് അവനാകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. എന്റെ പൊന്നു മഹേഷേട്ടാ എനിക്ക് പേടിയാവുന്നു, നമുക്ക് പോവാം, ഇവിടെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് രേണു പരിഭ്രമത്തോടെ പിടിച്ചു വലിക്കുമ്പോഴേക്കും മഹേഷേ എന്ന ശബ്ദവും കൂടെ പൊട്ടിച്ചിരിയും സ്പീക്കറിലൂടെ മുഴങ്ങുകയാ. ഈ വായെന്ന് പറഞ്ഞ് മഹേഷ് അവളെയും കൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു നീങ്ങുകയാ. അങ്ങനെ അവർ ഗുഹ പോലുള്ള ആ കവാടത്തിലൂടെ പടിക്കെട്ടിറങ്ങി താഴേക്ക് വരുമ്പോഴേക്കും സൈക്കോളജിസ്റ്റും ഒരു കൊച്ചു കുഞ്ഞു കരയുന്ന ശബ്ദം സ്പീക്കറിൽ ഇടുന്നുണ്ട്. അതുകൂടി കേൾക്കെ രേണു ആകെ ഭയന്ന് വിറച്ച് പോവാം മഹേഷ്, ഇവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പേടിച്ച് വിളിക്കുമ്പോഴേക്കും മഹേഷ് അവളെ ചേർത്ത് പിടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് നടക്കുകയാ. സൈക്കോളജിസ്റ്റ് അപ്പോഴും തന്റെ റൂമിൽ ആ കാഴ്ചയും CCTV-യിലൂടെ കണ്ട് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക. മഹേഷേട്ടാ ഇതെന്തോ പ്രേത ബംഗ്ലാവാന്ന് തോന്നേ, നമുക്ക് പോവാം മഹേഷേട്ടാ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ രേണു ഭയത്തോടെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ ഒരു പ്രേതത്തിന്റെ പൊട്ടിച്ചിരിയുടെ ശബ്ദം സ്പീക്കറിൽ ഇടുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്ന മഹേഷും രേണുവും കാണുന്നത് ഒരു അസ്ഥികൂടം തൂങ്ങിക്കിടക്കുന്നതാണ്. പേടിച്ചു നിലവിളിക്കുന്ന കാഴ്ച കാണെ അയാളും പൊട്ടിച്ചിരിക്കുക. പിന്നീട് അയാൾ ലാപ്പിലെ ഒരു ബട്ടണിൽ ഞെക്കുമ്പോഴേക്കും അവിടെ കെട്ടിത്തൂക്കിയിരുന്ന സകല മണികളും ആടി തുടങ്ങുക. മണിയുടെ ശബ്ദം കേൾക്കെ രേണു ആകെ ഭയന്ന് വിറച്ച് മഹേഷിനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അയാളുടെ കൺട്രോളിൽ അവർ നിൽക്കുന്ന കവാടത്തിന്റെ ആ സെൽ അടയുകയാ. അയാളും പൊട്ടിച്ചിരിയോടെ വെൽഡൺ ബോസ് വെൽഡൺ കീപ് ഇറ്റ് അപ്പ് എന്ന് സ്വയം അഭിനന്ദിക്കുന്നുണ്ട്. രേണുവും ആകെ ഭയത്തോടെ മഹേഷിനെ ചേർത്ത് പിടിച്ച് വെപ്രാളത്തോടെ നിലവിളിക്കുമ്പോഴേക്കും മഹേഷും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ആ സൈക്കോളജിസ്റ്റും തന്റെ റൂമിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവരെ പൂട്ടിയിട്ട ആ സെല്ലിനരികിലേക്ക് കൈ അടിച്ചോണ്ട് നടന്നു ചെന്ന് വെൽഡൺ എന്ന് പറയുമ്പോഴേക്കും അവരും അമ്പരപ്പോടെ അയാളെ തന്നെ നോക്കി നിൽക്കുക. അയാൾ ആ സെൽ തുറന്ന് അകത്തോട്ട് കയറി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവരും ഭയത്തോടെ പിന്നോട്ട് നീങ്ങി പോകുന്നുണ്ട്. അയാൾ അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ജയിച്ചിരിക്കുന്നു, ഇറ്റ് പേസ്, അഥവാ ഞാനും ജയിച്ചിരിക്കുന്നു ശാസ്ത്രമേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിയോടെ അയാളും കൈ കൂപ്പുകയാണ്. മഹേഷും രേണുവും അമ്പരപ്പോടെ അയാളെ തന്നെ നോക്കി നിൽക്കുമ്പോഴും നിങ്ങൾ കണ്ടതൊന്നും ആത്മാവല്ല, അതെല്ലാം ഒരാളുടെ സൃഷ്ടികളാണ് എന്ന് പറയുമ്പോൾ ആരുടെ എന്ന് ധൈര്യം സംഭരിച്ച് മഹേഷും ചോദിക്കുക. സുഭാഷ് ചന്ദ്രബോസിന്റെ എന്നയാൾ പറയുന്നത് കേൾക്ക് രേണുവും മഹേഷും പരസ്പരം നോക്കുകയാ. അതാരാവും എന്നാവുമല്ലേ എന്ന് ചോദിച്ച് പൊട്ടിച്ചിരിയോടെ അത് ഞാൻ തന്നെയാ എന്ന് പറഞ്ഞയാൾ വീണ്ടും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്റെ അപ്പൂപ്പൻ സുഭാഷ് ചന്ദ്രബോസിന്റെ INA ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ എനിക്കും സുഭാഷ് ചന്ദ്രബോസ് എന്ന് പേരിട്ടത്. ഞാനത് ചുരുക്കി ബോസ് എന്നാക്കി. ഇപ്പൊ ചുരുക്കവുമായി ആളുകൾ പിന്നെ എന്തിന്റെയൊക്കെയോ ബോസ് ആണെന്ന് കരുതുകയും ചെയ്യും, നല്ലതല്ലേ എന്ന് ചോദിച്ചയാൾ വീണ്ടും പൊട്ടിച്ചിരിക്കുക. അപ്പോ നിങ്ങൾ നാടകം കളിച്ചതല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അത് നാടകമല്ല മഹേഷേ, പരീക്ഷണം, പാരാനോർമൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഭയമുണർത്തിയുള്ള ഒരു ചികിത്സയാണിത്. ഇതിന് ഞാൻ PB തെറാപ്പി എന്ന് വിളിക്കുന്നു എന്നയാൾ പറയുന്നത് കേൾക്കെ PBയോ എന്ന് സംശയത്തോടെ മഹേഷും അയ്യോ ആ PB അല്ല, P ഫോർ പാരാനോർമൽ, B ഫോർ ബോസ്. എങ്ങനെയുണ്ടായിരുന്നു സംഗതി എന്ന് അയാൾ ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും പേടിച്ചിട്ട് മനുഷ്യന്റെ ഊപ്പാടിളകി എന്ന് മഹേഷ് പറയുമ്പോൾ പേടിച്ച് ഊപ്പാടിളകണം, അതാണ് ഈ ചികിത്സയുടെ ബേസ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് രേണുവിനെ നോക്കി കുട്ടി ശരിക്കും പേടിച്ചല്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ പരിഭ്രമത്തോടെ വല്ലാതെ പേടിച്ചു പോയി സാർ എന്ന് രേണു പറയുമ്പോഴേക്കും അയാൾ പൊട്ടിച്ചിരിക്കുക. അയാളെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന രേണുവിനെയും മഹേഷിനെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.